ചില വേദികൾ ഒരു കൂടിക്കാഴ്ചയുടെയും സൗഹൃദത്തിന്റെയും വേദിയാകും. ചില ബന്ധങ്ങൾ പുതുക്കാൻ കഴിയുന്ന ഒരു വേദിയായി മാറും. നിലവിൽ ലോക നേതാക്കൾ ഫ്രാൻസിൽ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുമ്പോൾ ഓരോ നിമിഷവും രസകരമായ കാഴ്ചകളാണ് ഉണ്ടാകുന്നത്. രസകരമായ ഓരോ നിമിഷങ്ങളും ഓരോ കാഴ്ചകളുമാണ് ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുന്നത്. ഉച്ചകോടിയുടെ ഒരു പ്രഭാതത്തിൽ നേതാക്കൾ മീറ്റിംഗിനായി ഒത്തുകൂടിയപ്പോഴാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയോട് ഒരു രസകരമായ ഒരു ചോദ്യം ചോദിച്ചത്. അതായത് എന്താണെന്നറിയാമോ? അതായത് ജർമ്മൻ ചാൻസലറായ ഫ്രെഡറിക് മെൻസ് ഉച്ചകോടി നടക്കുന്ന വേദിയിൽ എത്തിയപ്പോഴാണ് മെലോണിയോട് ഒരു രസകരമായ ചോദ്യം ചോദിച്ചത്. അതായത് രാവിലെ ഒരു സിഗരറ്റ് വലിച്ചിട്ടുണ്ടോ എന്ന് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെൻസ് മെലാനിയോട് ചോദിച്ചു. എന്നാൽ മെലാനി പറഞ്ഞ ആ ഒരു മറുപടി അത് അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് മെലോനി പറഞ്ഞ വാക്കിങ്ങനെയാണ്: ഞാൻ മെയ് മാസം 1-ാം തീയതി മുതൽ പുകവലി പൂർണ്ണമായും നിർത്തിയെന്നാണ് മെലോണിയുടെ ആ മറുപടി. ആ ഒരു മറുപടി മേശയ്ക്ക് ചുറ്റുമിരുന്ന നേതാക്കളെ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു നിമിഷം ആ വേദി മുഴുവനും നിശബ്ദമായി. എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്നറിയില്ല. നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കുറച്ചു മാസത്തിന് മുന്നെയാണ് നരേന്ദ്രമോദി ഇറ്റലിയിലേക്ക് സന്ദർശനം നടത്തി മെലോണിയുമായിട്ട് കൂടിക്കാഴ്ചയൊക്കെ നടത്തിയത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ, ജപ്പാനീസ് പ്രധാനമന്ത്രി സനെ തയാച്ചി, കനഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി എന്നിവരടങ്ങുന്ന സംഘം ഉടൻ തന്നെ കൈയടിച്ച് അവരെ അഭിനന്ദിച്ചു. ഈ അഭിനന്ദനം ആസ്വദിച്ചുകൊണ്ട് മെലോണി 2 കൈകളും ഉയർത്തി വിജയം ആഘോഷിച്ചപ്പോൾ കയ്യിൽ നിക്കോട്ടിൻ പാച്ച് ഒട്ടിച്ചിട്ടുണ്ടോ എന്ന് കാർണി തമാശയായി ചോദിച്ചത് അവിടെ ഒരു ചിരി പടർത്തി. ഭൗമരാഷ്ട്രീയ തർക്കങ്ങൾക്കിടയിലും കായിക ലോകത്തെ വിശേഷങ്ങൾ ഉച്ചകോടിയിൽ സജീവമായ ഒരു ചർച്ചാ വിഷയമായി മാറി. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി ആതിഥ്യം വഹിക്കുന്ന ഫിഫ ലോകകപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ നേതാക്കൾ എളുപ്പത്തിൽ ഫുട്ബോൾ ചർച്ചകളിലേക്ക് വഴുതി വീണു. ജനീവ തടാകത്തിന്റെ പശ്ചാത്തലത്തിൽ ഉച്ചഭക്ഷണത്തിനായി ഒത്തുകൂടിയപ്പോൾ ഫ്രാൻസിന്റെ ദേശീയ ടീമിനെ പിന്തുണച്ചുകൊണ്ട് അലസ് ലെസ് ബ്ലൂ എന്ന വിളികൾ ഉയർന്നു. കൂടാതെ പാരീസ് സെന്റ് ജെർമെൻ ക്ലബിന്റെ ചാമ്പ്യൻ ലീഗ് വിജയവും നേതാക്കൾക്കിടയിൽ ചർച്ചയായി. നിലവിലെ ലോക ചാമ്പ്യന്മാരായ സ്പെയിനെ കേവ് വെർഡ എന്ന ചെറിയ രാജ്യം 0-0 എന്ന സമനിലയിൽ തളച്ചതിനെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പ്രത്യേകം പ്രശംസിച്ചു. അത് ശരിക്കും ശ്രദ്ധേയമായ ഒന്നാണ് എന്നാണ് സ്റ്റാർമർ അഭിപ്രായപ്പെട്ടപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് സംഭാഷണം തികച്ചും വ്യത്യസ്തമായ മറ്റൊരു കായിക ഇനത്തിലേക്കാണ് തിരിച്ചുവിട്ടത്. തന്റെ 80-ാം ജന്മദിനത്തോടനുബന്ധിച്ച് വൈറ്റ് ഹൗസ് ലോണിൽ സംഘടിപ്പിച്ച UAF പോരാട്ടത്തെക്കുറിച്ചും അതിന്റെ പ്രസിഡന്റിന്റെ ഡാന വൈറ്റിനെ കുറിച്ചുമുള്ള ആവേശം പങ്കുവയ്ക്കാനാണ് ട്രംപ് താല്പര്യം കാണിച്ചത്. ഔദ്യോഗിക ഉച്ചഭക്ഷണത്തിന് മുന്നോടിയായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോൺ തന്റെ മേശയിൽ അബദ്ധത്തിൽ മറന്നുവെച്ച വാച്ച് നേതാക്കൾക്കിടയിൽ മറ്റൊരു തമാശയ്ക്ക് വഴിയൊരുക്കി. വാച്ച് ശ്രദ്ധയിൽപ്പെട്ട കനഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി, അവൻ വാച്ച് അവിടെ മറന്നു വച്ചിട്ടുണ്ട്, അത് നമ്മുടെ കയ്യിലാണ് എന്ന് മറ്റു നേതാക്കളോട് പറഞ്ഞു. ഇത് കേട്ട ഉടനെ ട്രംപ് പറഞ്ഞത് ഇങ്ങനെയാണ്: അവൻ ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ ആ വാച്ച് എനിക്ക് തരണം, എനിക്ക് തന്നേ പറ്റൂ എന്ന് ട്രംപ് പറയുന്നു. തുടർന്ന് അവിടെ ഒരു കൂട്ടച്ചിരിയായി മാറി. അതായത് ഒരു നിമിഷം ലോക നേതാക്കൾ പോലും നമ്മൾ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ രാഷ്ട്രത്തലവനാണ്, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റാണ് എന്നെല്ലാം മറന്ന് ഈ സാധാരണ കടപ്പുറത്തും അതോടൊപ്പം തന്നെ ഈ ഏതെങ്കിലും ജ്യൂസ് കടയിലൊക്കെ ഇരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ കൂട്ടുകാരെല്ലാം കൂടെ ഒന്നിച്ചു കൂടുന്നത് പോലെയുള്ള ഒരു സന്ദർഭമായി മാറി എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. ലോക നേതാക്കൾ പോലും സമയത്തിന്റെ ട്രാക്ക് മറന്നു പോകുന്ന നിമിഷമെന്ന നിലയിലേക്ക് ഇത് വ്യാഖ്യാനിക്കപ്പെടുകയാണ്. ലോകത്തെ നിയന്ത്രിക്കുന്ന നേതാക്കളുടെ അതീവ രഹസ്യമായ സുരക്ഷാ വലയങ്ങൾക്കിടയിലും ഇത്തരം ഹോട്ട് മിക് നിമിഷങ്ങൾ പുറത്തു വരുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെയേറെ കൗതുകമുണർത്തുന്ന ഒരു കാഴ്ചയാണ്. പ്രോട്ടോക്കോളുകളുടെയും ഗൗരവമേറിയ രാഷ്ട്രീയ പ്രസ്താവനകളുടെയും ലോകത്ത് ജീവിക്കുന്ന ഈ നേതാക്കളും സാധാരണ മനുഷ്യനെ പോലെ പുകവലി നിർത്താൻ കഷ്ടപ്പെടുന്നവരും ഫുട്ബോൾ കളി കണ്ട് ആവേശഭരിതരാകുന്നവരും പരസ്പരം തമാശകൾ പറയുന്നവരുമാണെന്ന് നിമിഷങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് ഇത്തരം നിമിഷങ്ങളാണ് വളരെയേറെ എപ്പോഴും ചരിത്ര താളുകളിൽ കുത്തിവെക്കപ്പെടുന്നത്.